ആദ്യം നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ഒരു ബ്രോക്കറേജ് കോളാണ്. ഏതായാലും റിലയൻസ് ഇൻഡസ്ട്രീസിനാണ് ഇത്തവണ ഒരു ബ്രോക്കറേജ് കോളിൽ ഇടം പിടിക്കാൻ സാധിച്ചിരിക്കുന്നത്. JP മോർഗൻ്റെ ഒരു ബ്രോക്കറേജ് റഡാറിലാണ് ഇപ്പോൾ റിലയൻസ് ഇടം പിടിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബുള്ളിഷ് സ്റ്റാൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആളുള്ള ഒരു സാധ്യതയാണ് JP മോർഗൻ ഇപ്പോൾ റിലയൻസിൽ നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു ബ്രോക്കറേജ് കോളിൽ ഈ JP മോർഗൻ്റെ തന്നെ ഒരു ബ്രോക്കറേജ് കോളിൽ റിലയൻസ് വന്നപ്പോൾ 1695 എന്നൊരു പ്രൈസായിരുന്നു ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു പ്രൈസിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുള്ള ഒരു ടാർഗറ്റ് പ്രൈസ്, അതായത് 1727 എന്നൊരു പ്രൈസിനുള്ള ഒരു സാധ്യത, ആ ഒരു പ്രൈസിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ JP മോർഗൻ റിലയൻസ് ഇൻഡസ്ട്രീസിൽ കാണുന്നത്. നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്ന് എടുത്ത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഈ ഒരു ടാർഗറ്റ് വില ഉയർത്തിയെന്ന് വിശകലനം ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴൊരു വാല്യുവേഷൻ, കമ്പനിയുടെ വാല്യുവേഷൻ നോക്കുമ്പോൾ വളരെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തലുകൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല പിയേഴ്സ് ആയിട്ടൊക്കെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ തന്നെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ് ആണ് എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ JP മോർഗന് റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.